ഹേ ഗൈസ്, ഇതിന് ശേഷം ഇന്ന് കുറച്ച് ന്യൂസുകളാണ്. ഒന്ന്, UK സ്റ്റുഡൻറ് വിസയുടെ അപ്ഡേറ്റുകളാണ് കൂടുതലായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും കുറച്ച് നാളുകളായിട്ട് UK സ്റ്റുഡൻറ് വിസയുടെ അപ്ഡേറ്റ് ഇടാൻ ഏകദേശം 10-17 ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും കറക്റ്റായിട്ട് ഇടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ പലരും സ്റ്റുഡൻറ് വിസയുടെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം ചോദിച്ചു വരുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേര് UKയിലേക്ക് ഇപ്പോഴും വരാനായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്കറിയാം. സോ അവർക്കൊക്കെ ഉള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടില്ല. കൊച്ചി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം, ഷെയർ ചെയ്യാം. സ്വാഗതം. അപ്പോൾ നമുക്കറിയാം UK സ്റ്റുഡൻറ് വിസ കുറച്ച് നാളുകളായിട്ട് നമുക്കറിയാം UKയിലേക്കുള്ള സ്റ്റുഡൻസിൻ്റെ ഒഴുക്കിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-40% സ്റ്റുഡൻസിൻ്റെ ഇടിവ് UKയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം UKയിലേക്ക് മാറ്റങ്ങൾ, നിയമമാറ്റങ്ങൾ അത് തന്നെയാണ് ഇതിനെല്ലാത്തിനും മെയിൻ ഒരു റീസൺ ആയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ UKയിൽ സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഭൂരിഭാഗം ഈ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കപ്പിളായിട്ടൊക്കെ വരാൻ, ഫാമിലി ആയിട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ടുള്ള UKയ്ക്കുള്ള അപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഒരു കോഴ്സ് എടുക്കുന്നതിൽ വലിയ രീതിയിൽ പുറകോട്ട് പോവുകയും അത് ആണ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്കറിയാം UKയുടെ യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ UKയുടെ എഡ്യൂക്കേഷൻ ഹബ്ബാണ് ശരിക്കും പറഞ്ഞാൽ UK. സോ ഏകദേശം 10-40% കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ്, ചേഞ്ച് ഓഫ് ടോൺ റിവൈവ്സ് ഫോറിൻ സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ് ഇൻ UK യൂണിവേഴ്സിറ്റീസ്. അതായത് ലേബർ പാർട്ടി വന്നതോടെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം UK പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ റിവ്യൂ ചെയ്യുമെന്ന് ടോറി ഗവൺമെൻറ്, അതായത് കൺസർവേറ്റീവ് പാർട്ടി പറഞ്ഞിരുന്നെങ്കിലും ഇലക്ഷൻ ലേബർ പാർട്ടി ജയിക്കുകയും തീർച്ചയായിട്ടും അധികാരത്തിൽ വരികയും ചെയ്തതോടെ തന്നെ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ഒരു മാറ്റവും തൽക്കാലത്തേക്ക് ഉണ്ടാവില്ല എന്ന് വളരെ രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മുന്നിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണോ അതിങ്ങനെ തന്നെ നിലനിർത്തും എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്കറിയാം ചെറിയൊരു വ്യത്യാസം ഈ ഫസ്റ്റ് ക്വാർട്ടറിന് ശേഷം, അതായത് സെപ്റ്റംബറിൻ്റെയൊക്കെ ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. UKയിലേക്ക് സ്റ്റുഡൻസിൻ്റെ അപ്ലിക്കേഷൻ വീണ്ടും വന്നു തുടങ്ങി എന്നുള്ള ന്യൂസാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ട് കാണുന്ന ആളുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UKയിൽ ഒരു എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ ഹബ്ബ് ആയതുകൊണ്ട് തന്നെ UKയിൽ വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യത കൂടുകയാണ് ഇനി. തീർച്ചയായിട്ടും ഇപ്പം നമ്മളിപ്പോൾ ഇത്രയധികം UKയിലെ മാറ്റങ്ങളും UKയിലെ പല പ്രോബ്ലംസും നമ്മൾ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അതിൻ്റെ ഇവിടുത്തെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നിങ്ങൾക്ക് എത്തിച്ചു തരികയും ചെയ്തിട്ടാണ് UKയിലേക്ക് പിന്നെയും ആളുകൾക്ക് വരാനുള്ള താല്പര്യം. നമുക്ക് തന്നെ കഴിഞ്ഞ ഇൻടേക്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കെല്ലാം തീർച്ചയായിട്ടും ഒന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടല്ല ഇവരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു തോട്ട് ഇത്രയേ ഉള്ളൂ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് രണ്ടാണെങ്കിലും ഇവരറിഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് അറിഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം ഒന്ന്, ഈസി ആക്സസ് ആണ് UK എന്ന് വെച്ച് കഴിഞ്ഞാൽ. മറ്റിപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ആവട്ടെ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ UK ഇത്രയും നിയമം സ്ട്രിക്റ്റ് ആക്കിയേ ഉള്ളൂ എന്നുള്ള ഒരു ആശ്വാസമാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ കാനഡയാണെങ്കിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയുള്ള പോലെ കാര്യങ്ങൾ, ഡിപ്പെൻഡൻറ്റ് വിസയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുകയും അവിടെയുള്ള സ്കിൽഡ് വർക്കേഴ്സ് വിസയ്ക്കും കാര്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ കൊണ്ടുവരാൻ അവർ തയ്യാറായിട്ടുണ്ടായിരുന്നു. UKയും അതേപോലെ ചെയ്തെങ്കിലും നമുക്കറിയാം അവിടേക്കുള്ള എൻട്രി തന്നെ, കാനഡയ്ക്കുള്ള എൻട്രി തന്നെ കുറച്ച് എന്താ പറയുക, UKനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്, ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. അപ്ലിക്കേഷൻസ് ഇട്ട് കഴിഞ്ഞാലും കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഓസ്ട്രേലിയ ആണെങ്കിലും ഓസ്ട്രേലിയ സ്റ്റുഡൻറ്റ് വിസ പൂർണ്ണമായിട്ടും തന്നെ നമുക്കറിയാം വലിയ രീതിയിൽ കഠിനമായിട്ടുള്ള നിയമമാറ്റങ്ങൾ കൊണ്ടുവരികയും UK മീൻസ് ഓസ്ട്രേലിയ സ്റ്റുഡൻസിന് പോകുന്നവർക്ക് ചില ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയും അങ്ങനെ പല പരിപാടിയും ചെയ്തു. ഇപ്പോൾ ന്യൂസിലാൻഡ് ആണെങ്കിലും സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഈസി ആയിട്ട് പോകാൻ പറ്റിയ, അധികം തലവേദന എടുക്കാതെ ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരു രാജ്യം UK തന്നെയാണ്. അത് ഇപ്പോൾ എത്ര രാജ്യങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ കൂടി UKയിൽ എന്തൊക്കെ നിയമമാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൂടി അത് UK തന്നെയാണെന്നുള്ള ഒരു പച്ചയായ സത്യമാണ്. കാരണം ഇപ്പോൾ UKയിൽ എന്തുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു ടോപ്പിക്കാണ്, അത് സംസാരിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ എന്തുണ്ട് എന്ന് ചോദിക്കാനും നമുക്ക് പോസിബിളാണ്. കാരണം വെച്ചാൽ ഇവിടെ ഉള്ളത് തന്നെയുള്ളൂ അവിടെയും എന്നുള്ളത് തന്നെയാണ് പച്ചയായ യാഥാർത്ഥ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്റ്റുഡൻസിൻ്റെ തിരിച്ചു വരവ് ഇവിടെ സാധ്യമാവുന്നു, ഇല്ലെങ്കിൽ UKയിലേക്ക് സ്റ്റുഡൻസ് തിരിച്ചു വരാനായിട്ട് തയ്യാറാവുന്നു എന്നുള്ള ന്യൂസ് റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും UKയിൽ ഇപ്പോൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ എന്തായാലും നിലനിർത്തും, ഇല്ലെങ്കിൽ അതെടുത്ത് മാറ്റാനുള്ള സാധ്യതയില്ല. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കേസിലാണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഓപ്പർച്യൂണിറ്റി എല്ലാ രാജ്യത്തിലും ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, UKയിലും ഉണ്ട്, യൂറോപ്പിലും ഉണ്ട്, കാനഡയിൽ എല്ലാവിടെയും ഉണ്ട്. പക്ഷെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ വന്ന് സെറ്റിലായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ അറിയാം. അതേപോലെ തന്നെ മറ്റുള്ള പലരെയും നമുക്കറിയാം, ഇവിടെ സെറ്റിലാവാതെ ജോലി കിട്ടാതെ തിരിച്ചു പോയവരെയും അറിയാം, പലരെയും അറിയാം. സോ രണ്ട് വശം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞിട്ട് വേണം UK നിങ്ങൾക്ക് വരാനായിട്ട്. അപ്പോൾ
തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ചിട്ട് UK പഠിക്കാൻ വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കോഴ്സുകൾ എടുത്തു വരിക എന്നുള്ളതാണ്. നിങ്ങൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നിങ്ങൾ നടത്തുക. UK ഏറ്റവും കൂടുതൽ ജോബ് ലഭിച്ച മേഖല ഏതെന്ന് ചോദിക്കുക. അതായത് ഹെൽത്ത് കെയർ അല്ലാതെ മറ്റ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ജോബ് ഏത് മേഖലയാണ് കിട്ടിയിരിക്കുന്നു നോക്കുക. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ എടുത്തു വരുവാണെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സുകൾ എടുത്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും UK ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി സെലക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വരുന്ന സമയങ്ങളിൽ യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള കുറച്ച് ടൈറ്റ് ആക്കാനുള്ള സാധ്യതകളും അവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ വളരെ നോക്കിയെടുക്കുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ UK ഗവൺമെന്റിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഈ ഒരു കേസ് ഓക്കെ UK പോസിറ്റീവ് അപ്ഡേറ്റുകൾ വരുന്നു, പക്ഷേ മറ്റൊരു കേസും കൂടിയുണ്ട്. UK പുതിയ നിയമമാറ്റങ്ങൾ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളുടെ വയറ്റത്തടിക്കുന്നു എന്നുള്ള ഒരു ന്യൂസും വന്നിട്ടുണ്ട്. അതായത് പോക്കറ്റ് കാലിയാവുന്നു എന്നുള്ള ന്യൂസും. അപ്പോൾ അതുകൊണ്ട് തന്നെ UK യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യുന്നു, ഇവിടെയുള്ള ഡൊമസ്റ്റിക് ലോക്കൽ സ്റ്റുഡൻസിന് അവർക്ക് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം വരുന്നു. സോ അതൊരു വലിയ രീതിയിലുള്ള ബേർഡൻ ആവും ഇവിടുത്തെ ഗവൺമെന്റിന് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് പെട്ടെന്ന് ഉടൻ തന്നെ ഒന്നും ഒരിക്കലും സ്റ്റുഡന്റ് വിസയിൽ കൈവയ്ക്കുക കാര്യങ്ങളൊന്നുമില്ല. ഈ ഡിപ്പെൻഡൻസിന്റെ കേസിൽ ഇനി ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അതിനകത്ത് ഇനി ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി പറയാൻ പറ്റില്ല, പക്ഷെ പോസിബിൾ ആണ്. ഇനിയും ഫ്യൂച്ചറിലേക്ക് ആൾക്കാർ ഇതേപോലെ കുറയുകയാണെങ്കിൽ, കൈയൊഴിയുകയാണെങ്കിൽ വരാനുള്ള സാധ്യതകളും കാണുന്നു. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് തിരിച്ച് UK എത്തുന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസ് ആണ് മെയിൻ ഒരു കാര്യം. ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ കോഴ്സ്, യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ വിഷൻ, നിങ്ങളുടെ മിഷൻ എല്ലാം ക്ലിയർ ആയിരുന്നാൽ തീർച്ചയായിട്ടും ഏത് രാജ്യത്തും സർവൈവ് ചെയ്യാം. UK ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നോ ജോബ് ദെൻ ക്രിയേറ്റ് ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ റീലിലൂടെ പറഞ്ഞതായിരിക്കും. അതിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, 2-3 ന്യൂസാണ്. ഒന്ന്, യൂണിവേഴ്സിറ്റികൾ ഇവിടുത്തെ ഡൊമസ്റ്റിക് സ്റ്റുഡൻസിന് ഫീസ് ഇൻക്രീസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു വള്ളിയായിരിക്കും ഗവൺമെന്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ ആശ്രയിക്കാതിരിക്കാനും പറ്റില്ല. അതായത് പെട്ടെന്നൊന്നും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇവർക്ക് എടുത്ത് പുറത്താക്കാനായിട്ട് സാധിക്കില്ല. കാരണം UK എക്കണോമി പൂർണ്ണമായി ഇപ്പം തകർന്നൊന്ന് കരകയറിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും തകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. UK വരുന്ന സ്റ്റുഡൻസിന് വളരെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കിയിട്ട് വരിക എന്നുള്ളതാണ്. എന്തെങ്കിലും അഡ്മിഷൻ അസിസ്റ്റൻസ് കാര്യങ്ങൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പേഴ്സിലൊക്കെ കോൺടാക്ട് ചെയ്താൽ മതി. താഴത്ത് ഗൂഗിൾ ഡോക്ക് ലിങ്കും താഴത്ത് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്.